ആദ്യമായിട്ട് ശിവദാസനാണ് KPT എന്ന സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി. ശിവദാസനും സാധാരണ ഈ മെമ്പർഷിപ്പിന്റെ ബുക്ക് രാധാകൃഷ്ണ മാഷ കയ്യിൽ ഇങ്ങനെ കൊടുത്തുവിടുകയും അപ്പം മാഷ അതൊന്നും ചേർക്കില്ല, തിരിച്ചങ്ങനെ ബുക്ക് കൊടുക്കും. അപ്പൊ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞ് ഞങ്ങള് മണ്ണാവാടി എന്നിട്ട് ശിവദാസന മാഷ നമ്മൾ 18 വീട് അറിയണതാണ്, രാഷ്ട്രീയമായിട്ട് അവിടെ ചെറിയ ബന്ധമുണ്ടായിരുന്നു. അപ്പൊ മാഷോട് ഞങ്ങൾ എന്ന് വാങ്ങി അങ്ങനെ 3 മെമ്പർഷിപ്പിലാണ് ആദ്യം ഇവിടെ തുടങ്ങുന്നത്. അത് പിന്നെ കഴിഞ്ഞ് 7 ആയി. അടുത്ത വർഷമായപ്പോഴത്തേക്കും 7 ആയി. ഇപ്പൊ 100 അധ്യാപകരിൽ ഏതാണ്ട് 90 പേരും KST ഇന്ന് KST ആണ്, അന്ന് KPT പ്രൈവറ്റ് സ്കൂളിലെ അധ്യാപകരുടെ മാത്രം സംഘടനയുടെ KPT. പിന്നെയാണ് KGTയും KPTയും കൂടി ചേർന്നിട്ട് KST ആയിട്ട് ഇപ്പൊ നിലനിൽക്കുന്നത്. അന്ന് റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ അന്ന് KPT എന്നുള്ളതിലേക്ക് ഞാൻ, പിള്ള മാഷ്, മൈക്കിൾ മാഷ്, പിന്നെ കുറെ മാഷന്മാര് ഈ 10ാം ക്ലാസ്സിലെ കുട്ടികളുടെ വീടുകളിൽ നിരന്തരം വൈകുന്നേരം പോവുക, എന്നിട്ട് വീട്ടിൽ കാര്യങ്ങൾ പറയുക. അവർക്ക് എക്സ്ട്രാ കോച്ചിങ് നമ്മൾ കൊടുക്കുന്നുണ്ട്, വൈകുന്നേരം കൊടുക്കുന്നുണ്ട്. അതിന് യാതൊരു പ്രതിഫലമൊന്നുമില്ല. അപ്പൊ കുട്ടികൾ ഇച്ചിരി വൈകിയാണ് വരുന്നത്, അതുകൊണ്ട് അതെ നടന്നു പോകണല്ലോ. അത് പറഞ്ഞ് അങ്ങനെ അവര് നല്ല രീതിയിൽ അതിപ്പോ അതില് ഒരു രാഷ്ട്രീയം നോക്കിയിട്ടല്ല. ഒരു തവണ PJ പ്രോഗ്രസ് ആണ് ഒരു വർഷത്തെ ഉദ്ഘാടനം ചെയ്യാൻ വന്നത്. PJ പ്രോഗ്രസുമായിട്ട് നമ്മൾ അടുത്ത ബന്ധം, കാരണം കണ്ടമംഗലത്തെ അതെ മൈലാപാടത്താണ് നമ്മുടെ വീട്, ഏട്ടന്റെ സുഹൃത്ത് വരും. അങ്ങനെ ബന്ധമുണ്ട്. അപ്പൊ ഒരു തവണ ഇയാളെ കൊണ്ടുവന്നിട്ടാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. അത് KSTയുടെ KPTന്റെ അതിനൊരു പേരുണ്ടായിരുന്നു, ഈ വിജയസമ്മാനം വരുത്താൻ വേണ്ടിയുള്ള പേരൊക്കെ മറന്നു. അങ്ങനെ ആയിട്ട് അത് വേഗം നമ്മള് 43% ഒരു റിസൾട്ട് കൊണ്ടുവന്നു. വളരെ എന്നുവെച്ചാൽ അന്ന് എല്ലാ വിഷയവും എടുക്കും. നമ്മള് മലയാളമാണെങ്കിലും ഞാൻ മലയാളം എടുക്കും, ഇംഗ്ലീഷ് എടുത്തിരുന്നു. അതുപോലെ ഇംഗ്ലീഷ് അധ്യാപകൻ ഇംഗ്ലീഷ് എടുക്കും, അതുപോലെ സോഷ്യൽ സ്റ്റഡീസ് എടുക്കും. അപ്പൊ അവരവർക്ക് കഴിയുന്ന രീതിയിലുള്ള പരസ്പര അത് ചെയ്യുന്ന ഒന്നാമത് നാണക്കേട്. PTA കൂടുമ്പോ ഭയങ്കര ആക്ഷേപമാണ്, നിലനിൽപ്പ് വേണം. അതുകൊണ്ട് ഞങ്ങള് തന്നെ തീരുമാനം, ആരും പറഞ്ഞിട്ടില്ല. ഈ 5-8 അധ്യാപകർ ഇരുന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് അപ്പൊ ആദ്യം ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് രക്ഷിതാക്കളിൽ നിന്ന് വേണമല്ലോ. അപ്പൊ വീടുകളിലൊക്കെ പോയി. അതുകൊണ്ട് അന്നത്തെ കുട്ടികളുടെ രക്ഷിതാക്കളെയും കുട്ടികളെയും നേരിട്ട് അറിയാം. ഇന്നിപ്പോ അത് ആർക്കും അറിയില്ല. എവിടെ വന്നു. ഇപ്പൊ ഏതാണ്ട് 99 സംതിങ്ങിലാണ് നിൽക്കുന്നത്. ഞാൻ നിലയ്ക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. അടിത്തറയിട്ടത് ഞങ്ങളുടെ ആ ഇടപെടലാണ് ഒരു ഭംഗിയായിട്ട് നടത്താൻ കഴിയും. അത് യാതൊരു ഇതും ഇല്ലാതെ, ഒരു പ്രതിഫലം ഒന്നും ഇല്ലാതെയാണ്. വേറെ അതിലെന്നാ ഈ അധ്യാപകർക്കൊന്നും വേറെ പരിപാടിയൊന്നുമില്ല. ഇത് 5 മണി ആയാലും 6 മണി ആയാലും പ്രശ്നമില്ല. അന്ന് വേറെ ബിസിനസ്സോ അല്ലെങ്കിൽ മറ്റേ ഇതില്ല. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. പിന്നെ ഇടയ്ക്ക് വൈകുന്നേരം നമ്മുടെ ഈ ലൈബ്രറിയില് ഹോളില് ഒന്ന് കയറി ആദ്യം മറ്റേ UK മേനന്റെ ജയരാജൻ ഇടയ്ക്ക് ജോണി കൂടും, മാനേജരൻ ജോണി, അങ്ങനെ അവരെ കൂടി ഇരുന്നിട്ട് ഇങ്ങനെ കുറച്ച് നേരം സ്വറവർന്നിരിക്കും. പിന്നെ ഇപ്പുറത്ത് സണ്ണി അവര് സണ്ണിയായിട്ട് ഇങ്ങനെ കുറച്ച് രോഗി കൂടും. പിന്നെ അത് കഴിഞ്ഞിട്ട് മാത്യുഭാഷയാണ് അതിൽ ഇപ്പുറത്ത് റൂമിൽ. അതില് കുറച്ച് മാത്യുഭാഷ ഒഴിവായിപ്പോ വൈകുന്നേരം ചീട്ട് കളിക്കാൻ വേണ്ടി 56 കളിക്കും. 56 കളിക്കാൻ വേണ്ടി ഈ നമ്മുടെ പപ്പേട്ടൻ പപ്പേട്ടൻ ജയന്റെ പപ്പേട്ടന്റെ ഫാദറിലോ കൃഷ്ണകുട്ടി നായര്, പുത്തൂർ അപ്പൊട്ടൻ നായര്, താഴത്തെ വീരാലിക്ക, മത്തൻ കുഞ്ഞ്, ഞാന്, VP വാരം മാഷ്, കൊച്ചപ്പൻ മാഷ്, ഞങ്ങളൊരു ടീം. അത് ഞങ്ങളെ കാത്തു നിൽക്കുകയാണ്, സ്കൂൾ വിടാൻ കാത്തു നിൽക്കുക. ഈ എക്സ്ട്രാ ക്ലാസ് കഴിഞ്ഞിട്ട് നേരെ മുകളിലേക്കാണ് കയറുന്നത്. ഒന്നാമത് ഇടുങ്ങിയ മുറി, ഈ 6 ആളിരുന്ന് അതിൽ കളിക്കുക. അതില് പുക വലിക്കാത്തവരാരുമില്ല. ഈ 6 ആളും കൂടെ വലിച്ചു കഴിഞ്ഞാൽ ആ പുക ഇങ്ങനെ വീട്ടിൽ ചെല്ലുമ്പോൾ തലയിലൊക്കെ മണത്ത് നോക്കിയാല് ഇതിന്റെ സ്ഥിതിയാണ്. അങ്ങനെ കുറെ കാലം അത് കഴിഞ്ഞു. ജയശ്രീ ബിൽഡിങ്ങിലാണ്. ഇന്നിപ്പോ നമുക്ക് അഭിമാനമാണ് നമ്മുടെ സ്വന്തമായിട്ട് കെട്ടിടമായി നമുക്ക്
ദേശീയ ഗ്രന്ഥശാല എന്ന് പറഞ്ഞാൽ AC ആവാനുള്ള ഒരു 2 നില ബിൽഡിംഗ് ആയി സ്വന്തം തച്ചമ്പാറ ടൗണിലാണ്. ഏതാണ്ട് 100 പുസ്തകം 1000 പുസ്തകം അത്രേ ഉള്ളൂ. കാരണം ചെറിയൊരു ഷെൽഫിൽ അടുക്കി വെച്ചിരിക്കുന്നു. അത് ചെറിയ മരത്തിന്റെ ബാലമാഷ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന പിന്നെ കെട്ടിട എങ്കിലും അവിടെ നിന്നാണ് നമ്മളുടെ ചെയ്യുന്നത്. അപ്പൊ മാഷ വന്ന സമയത്തുള്ള ആ തച്ചമ്പാറ അന്നത്തെ ശോചനീയമായിട്ടുള്ള യാത്രാ സൗകര്യങ്ങള്, ജനങ്ങളുടെ ജീവിത രീതികളൊക്കെ വീടുകളൊക്കെ അതും ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു. ഓടിട്ട വീടുകളാണ് അധികവും. അത് വളരെ കുറവ്. പട്ടപ്പരയാണ് അധികം ഉണ്ടായിരുന്നത്. കോളനി വീടുകളും കൃഷി കാര്യങ്ങളുമായിട്ട് നെൽകൃഷി മാത്രമേ ഇന്ന് ഉണ്ടായിരുന്നുള്ളൂ. നെൽകൃഷി എന്ന് പറഞ്ഞപ്പോ ഇന്ന് അപ്പൊ നെൽകൃഷി നമ്മുടെ പഞ്ചായത്തിൽ ഇല്ല. അന്ന് സൂര്യോട് ആ പാടം മുഴുവനും അത് കൂറ്റമ്പാടെന്ന പേര് വരാൻ തന്നെ കാരണം താഴെ മുതൽ പുഴയുടെ അവിടെ വരെ പാടായിരുന്നു. പിന്നെ തെക്കേക്കര അവിടുത്തെ കംപ്ലീറ്റ് തുടങ്ങിയ പിന്നെ ഇപ്പൊ പാടെന്ന് പറയാൻ അതെ അവിടെ പഴയ നെൽകൃഷിയായിരുന്നു. ഇപ്പൊ നെൽകൃഷി വളരെ പേരിന് മാത്രമല്ല അതുപോലെ സ്ഥിരമായിട്ട് നെൽകൃഷി ചെയ്തിരുന്നാണ് തെക്കേക്കരക്കാര്. അവര് വാടിയിലേക്ക് സ്ഥിതിയാണ്. ഇപ്പൊ നാണ്യവെള്ളയുടെ സ്ഥിതി വളരെ മോശമാണ്. തെങ്ങൊക്കെ മിക്കവാറും നശിച്ചു കളിക്കും. കുരുമുളക് ഇല്ല. അപ്പൊ അന്ന് മാഷ് വന്ന സമയത്ത് നമ്മുടെ മുതൂർശി റോഡൊക്കെ വളരെ സ്വാധീനമായിട്ട് കിടക്കുന്ന ഒരു മോശമാണ്. അത് ഏറ്റവും രസകരമായ ഒരു യാത്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ പയ്യനത്ത് നിന്ന് മാച്ചന്തോട് വന്നിറങ്ങും. എനിക്ക് 76 ഒരു ലൈഫ് സ്റ്റോക്ക് സെൻസസ് എടുക്കാൻ വേണ്ടി കിട്ടിയത് പാലക്കയത്താണ്. പാലക്കയത്ത് കേട്ടിട്ടല്ലാതെ ആ സ്ഥലം നമുക്കറിയില്ല. ഒന്നാമത് നമ്മൾ വന്നിട്ട് അധികമായിട്ടും ഇല്ല. അപ്പൊ ബസ്സുകാരോട് പറഞ്ഞ് മാച്ചാന്തോട് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. മാച്ചാന്തോട് ഇറങ്ങി കഴിഞ്ഞിട്ട് നേരെ ഇഞ്ചക്കവലയിലേക്ക് ഒരു ഇടവഴി, റോഡേ ഇല്ല. അത് 2 സൈഡിലും ചെങ്കണപ്പുല്ല് ഇങ്ങനെ കൂടിയിരിക്കുകയാണ്. ആ ഇഞ്ചക്കവലയിൽ ഒരു ചെറിയ ചായക്കടയുണ്ട്. അത് കട്ടൻ ചായയും അവലും മാത്രമേ അത് ആരുടെയാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഓർമ്മയില്ല. ഈ കട്ടൻ ചായയും അവലും, വേറെ ഒരു പലഹാരം ഇല്ല. ദോശ ഇഡ്ഡലി അതെ അത് കഴിക്കാം. ഒരു കട്ടൻ ചായ അവലും കഴിച്ചാൽ മതി. പിന്നെ അവിടുന്ന് അങ്ങനെ നടക്കുകയാണ്. നടന്ന് അത് ചീനിക്കപ്പാറ വരെ നടന്നിട്ടുണ്ട്. ഒരു ദിവസം കയറിയാല് നമുക്ക് കയറി വന്നാൽ ഒരു 13-14 വീട് കവർ ചെയ്യാൻ പറ്റും. 10 ഏക്കർ അന്ന് ഈ ചീനിക്കപ്പാറ നമ്മൾ ചെല്ലുമ്പോ 3 മണിയാണ്. 3 മണിക്ക് ചെല്ലുമ്പോ അവിടെ ഈ പാലക്കയം ഇവിടുന്ന് വിറ്റിട്ട് പോയില്ലേ, ഇപ്പൊ ബിൻസ് വാങ്ങിയ അവരുടെ അമ്മച്ചി അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ചീനിക്കര മോളില്. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ തെക്കുമാറ സ്കൂളിൽ നിന്നാണ് ഇതിന്റെ സെൻസസ് വന്നാണ്. അപ്പൊ തന്നെ അവര് ഒരു പണിക്കാരനെ വിളിച്ചിട്ട് ഇളനീര് ഇടിച്ചു. ഒരു കൊല ഇളനീര് വെട്ടി അതിൽ 2 എണ്ണം അവരെന്നിട്ട് അത് തന്നു. പഴവും ഈ ഇളനീരും കഴിച്ച് വയറ് കഴിച്ച് കഴിച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെ ഭക്ഷണത്തിന് പ്രത്യേകിച്ച് സ്കൂളിൽ നിന്നാണ് ചെല്ലുക എന്ന് നിങ്ങൾ പറയുമ്പോ അവിടുത്തെ പിള്ളേർ കൂടെയാണല്ലോ പഠിക്കുന്നത്. ചൂട്ട് കെട്ടിയിട്ടാണ് പിള്ളേർ വരിക രാവിലെ. എന്നിട്ട് എന്താ ഈ പകുതി ചൂട്ട് കിടത്തിയിട്ട് മാച്ചാത്തോട് വയ്ക്കും. തിരിച്ചങ്ങോട്ട് പോകുമ്പോ സന്ധ്യ ആയി കഴിഞ്ഞാല് അതായത് ഈ ഇരുട്ടാണല്ലോ ആകെ. അങ്ങനെ പോയത് എല്ലാ ഇടവഴികളും ചൂട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് പമ്പൊക്കെ തന്നെ ആയിരുന്നു. കാരണം കറണ്ട് പറഞ്ഞില്ല, ഒന്നുമില്ല, ലൈറ്റ് ഇല്ല, ഒന്നുമില്ല. പിന്നെ ഈ മുതൂർശി റോഡ് വളരെ അന്ന് ഈ ഇപ്പൊ അമീർക്കയുടെ വാപ്പയ്ക്കാണെന്ന് കാളവണ്ടി ഉണ്ടായിരുന്നു. പൊടുവണ്ടിക്കല്. അത് കഴിഞ്ഞ അമീർക്കയാണ് തമ്പുരാത്തനാണ്. പിന്നെ
പിന്നെ അത് കഴിഞ്ഞ് അമീദൊക്കെയാണ് പിന്നെ വണ്ടി കൊണ്ട് പാലക്കാട്ടേക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നത്. കാരണം അന്ന് ഇവിടുന്നുള്ള കാർഷിക വിഭവങ്ങളൊക്കെ നമ്മൾ പാലക്കാട് അങ്ങാടി കൊണ്ടുപോയി കൊടുക്കും. അവിടുന്ന് സാധനങ്ങൾ കൊണ്ടുവരുന്നത് ഈ കള്ളവണ്ടികളെ ആശ്രയിച്ചിട്ടായിരുന്നു. അത് വലിയ വലിയ പിന്നെ ആകെയുള്ളത് സെല്ലാറെ താഴെ ഒരു കടയുണ്ട്. അത് നമ്മുടെ സൊസൈറ്റിയിലെ രാമേന്ദ്രന്റെ അച്ഛനുണ്ടായിരുന്നു. അപ്പുട്ടിയാരുടെ ഒരു കട. പിന്നെ പിന്നെ പപ്പേട്ടന്റെ തുണിക്കട ഉണ്ടായിരുന്നു. പിന്നെ കുഞ്ഞാമുക്കാൻ നാലാകണ്ഠം കുഞ്ഞാമുക്കാർക്ക് ഉണ്ടായിരുന്നു. പിന്നീടാണ് നമ്മുടെ പഴയ പഞ്ചായത്ത് പ്രസിഡന്റ് ശശിധരന്റെ അച്ഛൻ ശ്രീധരേട്ടൻ മറ്റേ പുതിയ ഒരു സംസ്കാരത്തേക്ക് നമ്മൾ ഈ കുടിയേറ്റം വന്നപ്പോൾ പുതിയൊരു സംസ്കാരത്തേക്ക് വന്നു. അപ്പോഴാണ് ഈ സാധനങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. കാരണം പിക്കാസ് തൊട്ടിട്ട് എല്ലാ സാധനവും അത് ഭയങ്കര രസമായിരുന്ന കച്ചവടം. നമുക്ക് മറക്കാൻ പറ്റില്ല. ചെളി അതൊക്കെ അവിടെ കിട്ടിയായിരുന്നു. ശ്രീധരേട്ടൻ ഒരു അഭിമാനം തന്നെയായിരുന്നു. അദ്ദേഹത്തെ മറക്കാൻ